ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ജാവുനും സ്കൂളുണ്ട്, എനിക്ക് ഓഫീസിൽ പോകണം. അതിന് ജാവുനെ ഞാൻ വിളിച്ചെണിപ്പിച്ചു കേട്ടോ. ഇന്ന് ഭയങ്കര മടിയായിരുന്നു എണീക്കാൻ. എന്നാൽ കുറേ നേരം വിളിച്ച പിന്നെ അവളെ എനിക്ക് അവളൊന്ന് ഉഷാറാക്കിയിട്ട് ഞാൻ പിന്നെ മുറ്റത്തേക്ക് നോക്കുമ്പോൾ രാത്രി കുറച്ച് മഴ ഉണ്ടായിരുന്നു. രാവിലെ തോന്നുന്നു പൊടിയുണ്ടായിരുന്നു, പക്ഷേ വലിയ മഴയൊന്നും ഉണ്ടായില്ല. എന്നാലും ഒരു പൊടിച്ചിലുണ്ടായിരുന്നു. മുറ്റം നിറയെ കരിയിലായിട്ട്, എന്നാലും നല്ല കാറ്റൊക്കെ വീശായിരുന്നു. മുറ്റം നിറയെ കരിയിലായിട്ട് കിടക്കാം. ഈ മഴ വീണക്കായും കൂടുതൽ കരിയില, നിറച്ചും കരിയില. കാറ്റ് ഇന്നലെ നല്ലോണം കാറ്റ് വീശി, അതിൻ്റെ കേട്ടോ നിറച്ച് മരങ്ങളിലൊക്കെ കരിയിലുണ്ട്. പിന്നെ ചാവനെ റെഡിയാക്കി അവർ സ്കൂളിൽ പോകാൻ റെഡിയായി. രണ്ടുപേരും സ്കൂളിൽ പോകാൻ ഇറങ്ങാറായിട്ടോ. പിന്നെ ഞാനും ഓഫീസിലേക്ക് പോയി. ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മഴയൊന്നും ഉണ്ടായില്ല, ചെറിയൊരു തെളിച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രമ്യ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടെ കൂട്ടായി അവിടെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞിട്ട് വൈകുന്നേരമായപ്പോൾ പിന്നെ അമ്മച്ചിക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു കേട്ടോ, കാലിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും അമ്മച്ചിയും പിള്ളേരും ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഓർത്തോയുടെ ഡോക്ടറായിട്ട് കാണിച്ചു. എക്സ്റേ ഇന്നലെ എടുത്തായിരുന്നു. അപ്പോൾ ഓർത്തോയുടെ ഡോക്ടർ പുറത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് ഒരു 6:30ക്ക്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി കണ്ടു. അപ്പോൾ കാലിൽ നീർക്കെട്ട് കയറിയേക്കണെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള മരുന്നൊക്കെ തന്ന ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലാനാണ് പറഞ്ഞു കേട്ടോ. പിന്നെ വീട്ടിൽ വന്ന് കൊഴുവുണ്ടായിരുന്നു, അത് നന്നാക്കി കഴിഞ്ഞിട്ട് അവളെ പഠിപ്പിക്കാൻ ഇരുത്തിയിട്ടോ. കുറച്ചൊക്കെ പഠിച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് പിന്നെ നാളെ എഴുതാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവൾക്ക് ഞാൻ ചോറ് വാരി കൊടുത്തു, മീൻ വറുത്തതും വെച്ച് തൈരും ചോറൊക്കെ കൂട്ടി അവൾക്ക് ചോറ് കൊടുത്തു. ഞാനും ചോറിനിട്ട് പിന്നെ കിടന്നു കേട്ടോ.